ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് ഹൈദരാബാദ്. ഇന്ന് ഹൈദരാബാദ് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ കുറച്ച് നേരം വൈകി എണീക്കാൻ. ഇന്നലെ കുറച്ച് നേരം വൈകിട്ടാണ് നമ്മൾ റൂമിലെത്തിയത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനും വൈകി. രാവിലെ തന്നെ എണീറ്റ് നല്ലൊരു ചൂട് കോഫിയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഹോട്ടലിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. എല്ലാം ഹൈദരാബാദ് സ്പെഷ്യൽ തന്നെ പറയാം. നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഒരുപാട് ഐറ്റംസാണ് കേട്ടോ നമ്മൾക്ക് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസാണ്. എല്ലാം നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചാണ് കേട്ടോ ഞങ്ങൾ ഡെസ്റ്റിനേഷനൊക്കെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളായിരുന്നു കേട്ടോ. ഞങ്ങൾ 2 ഓട്ടോകളിലായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സോളജിക്കൽ പാർക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു, നല്ല വെയിലും, അതുപോലെ ഒരുപാട് കച്ചവടക്കാർ തന്നെ ഉണ്ട്. അവർക്കൊന്നും ഉള്ളിലേക്ക് എൻട്രിങ് ഇല്ലാത്തതുകൊണ്ടൊക്കെ എല്ലാം പുറത്തായിരുന്നു. പുറമേ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഉള്ളിലേക്ക് ഇത്രത്തോളം നമുക്ക് കാണാൻ കാഴ്ചകളുണ്ട് എന്നുള്ളത് നമുക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം നമുക്ക് പുറത്തുനിന്ന് ആ ഒരു ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് പ്ലേസുകളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാർക്കിനകത്ത് കുറച്ച് ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറേയൊക്കെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് സ്പെഷ്യൽ പാനിപൂരിയൊക്കെ കഴിച്ചു. അവിടെ നടക്കാൻ കഴിയാത്തവർക്ക് ഇതേപോലെ ട്രെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പിന്നെ അതിനൊന്നും നിന്നില്ല. പിന്നെ അതുപോലെ ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു ബോട്ട് യാത്ര ഉണ്ടായിരുന്നു. ചെറിയൊരു ലേക്കാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലൂടെ ഒരു ചെറുതായിട്ടൊരു ബോട്ട് യാത്രയായിരുന്നു.
അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഹുസൈൻ സാഗർ ലേക്കിലേക്കാണ്. അവിടെ ഒരു ബോട്ട് യാത്ര ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പോകുന്നത് മറ്റേ ബുദ്ധ സ്റ്റാച്ചു കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമ്മൾ അവിടുത്തെ സെക്രട്ടേറിയറ്റിൻ്റെ കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. മനോഹരമായ കാഴ്ചകളും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അവിടെ തന്നെയുള്ള ലുംബിനി പാർക്കിലേക്കാണ്. അവിടെ ഒരു ലേസർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. ലേസർ ഷോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആൻഡ് വാട്ടർ ഷോ ആയിരുന്നു. അത് നല്ലൊരു കിടിലൻ ഷോ ആയിരുന്നു.
ഞങ്ങളവിടെ എത്തുമ്പോൾ അതിൻ്റെ ഷോറിൻ്റെ സമയം ആവുന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ആ സമയമായപ്പോഴേക്കും അവിടെ ഫുള്ള് തിരക്കായി. ചെന്നപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് മോനും അവിടെ ഭയങ്കര ഹാപ്പിയായി കളിക്കുകയായിരുന്നു അവിടെ ഓരോ സീറ്റിലും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഫുള്ളായപ്പോൾ അവൻ പിന്നെ കച്ചറാവാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലുള്ള ലൈറ്റ് ഷോ ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ലൈറ്റ് ഷോ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. ഹൈദരാബാദ് ലേസർ ഷോ ഞാൻ ഒരുപാട് യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നേരിട്ട് കണ്ടപ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നേരിട്ട് കാണുന്നതിൻ്റെ മനോഹാരിത ഒരിക്കലും വീഡിയോയിൽ കണ്ടാൽ കിട്ടില്ലല്ലോ അല്ലേ.
കാണുന്നതൊന്നും ഒന്നുമല്ല കേട്ടോ. കാരണം ഇതിലേറെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരിക്കലും നേരിട്ട് കാണുന്നതിൻ്റെ ഒരു ഭംഗി ഒരിക്കലും നമുക്ക് ഫോണിലൂടെ കണ്ടാൽ കിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഈ ലൈറ്റ് ഷോയിലൂടെ തന്നെ അവർ ഹൈദരാബാദിൻ്റെ ഫുൾ ചരിത്രം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഇന്നത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും കഴിഞ്ഞ് ഞങ്ങളിതേ നേരെ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ 2 സ്ഥലങ്ങൾ കവർ ചെയ്തപ്പോഴത്തേനും നേരെ ഒരുപാടായിട്ടോ. സമയം പോകുന്നതേ അറിയുന്നില്ല. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ വരെ വളരെ മനോഹരമായിരുന്നു. നമുക്ക് യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് ഒട്ടും ബോറടിക്കുന്നില്ല. നമുക്ക് ഈ ഡെസ്റ്റിനേഷനിൽ നമ്മൾ റൂമിലേക്ക് എത്താൻ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്തായാലും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും നടന്ന് ക്ഷീണിച്ച് നമ്മൾ പോകുമ്പോൾ ആ ഒരു ടയേർഡ്നെസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം പുറത്ത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാനുള്ളത്. പിന്നെ അവിടുത്തെ ബിൽഡിങ്ങുകളാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിത് ഈ കാണുമ്പോൾ ഞാൻ ഗൾഫിൽ പോയ ഒരു ഫീലാണ്. ഗൾഫ് രാജ്യങ്ങളിലാണ് ഞാൻ ഇത്രത്തോളം വലിയൊരു ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. അതും ഫോട്ടോയിലും വീഡിയോസിലൊക്കെയാണ് കേട്ടോ. എന്തായാലും പക്ഷേ ഇങ്ങനെ അതും രാത്രി കാഴ്ചകൾ അറിയണത് ഭയങ്കര ലുക്കായിരുന്നു. ഇതെല്ലാം അവിടെ ഹൈദരാബാദ് IT കമ്പനികളാണ് കേട്ടോ. ഞങ്ങൾ അവിടെ അവരോട് ചോദിച്ചു. കാരണം അത്രയ്ക്ക് നല്ല ബിൽഡിങ്ങുകളാണ് അവിടെ. നമുക്ക് ഒട്ടും നമുക്ക് മുകളിലേക്ക് നോക്കിയാൽ പോലും കാണാൻ കിട്ടാത്ത അത്ര വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ഡിന്നറും ഞങ്ങൾ ഹോട്ടൽക്കാരനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ പോലെ തന്നെ നമുക്ക് അത്രയ്ക്ക് ഹെവി ആയിട്ട് തന്നെയാണ് ഡിന്നറും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഹൈദരാബാദി സ്പെഷ്യൽ. അങ്ങനെ വിശാലമായിട്ടുള്ള ഡിന്നറും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഹൈദരാബാദ് സെക്കൻഡ് ഡേ ഞങ്ങളുടെ വിട പറഞ്ഞു. അങ്ങനെ നാളെ ഹൈദരാബാദ് സ്പെഷ്യൽ ഫുഡും സ്പെഷ്യൽ കാഴ്ചകളുമായി നാളെ കാണാം. ടാറ്റാ ബൈ. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഡിസൈനിങ് മാത്രമല്ല, ഇതുപോലുള്ള വെറൈറ്റി കാഴ്ചകളുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ടുമോറോ.